മനുഷ്യരും ദൈവവും തമ്മിലുള്ള ഒരു അകലം ഇല്ലാതാകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മനുഷ്യനെ ബാധിക്കുന്ന എന്തും ദൈവത്തെയും ബാധിക്കുന്നതാണ്, ക്ഷേത്രത്തെയും ബാധിക്കുന്നതാണ് എന്ന ഒരു ആശയം ഒരുപക്ഷെ ഇത് സംഘടിപ്പിച്ചവർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. മനുഷ്യനെ ബാധിക്കുന്ന, കേരളത്തിലെ മനുഷ്യനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ, അവർ നടത്തുന്ന പ്രവർത്തനം എന്നുള്ളത്. അങ്ങനെ ആകണം ഇങ്ങനെ ഒരു സദസ് ഇവിടെ ഒരുങ്ങാനെന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച്, ഞാൻ കേരളത്തിന് പുറത്തൊക്കെ കുറച്ച് ജോലി ചെയ്തിട്ടുള്ളതാണ്, മാധ്യമങ്ങൾക്ക് ഇവിടെയുള്ള റോള്, മാധ്യമങ്ങളെ, മാധ്യമ പ്രവർത്തകരെ മലയാളികൾ കാണിക്കുന്ന പോലത്തെ ഒരു പരിഗണന വേറെ ഒരിടത്തും ഉണ്ടാവാറില്ല കേട്ടോ. അത് ഞാൻ എന്റെ നേരെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇത്രയധികം ചർച്ചകൾ, ഒരു വാർത്ത ഇങ്ങനെ വന്നു എന്നത് പറഞ്ഞിട്ട് വേറെ ഒരു സമൂഹത്തിൽ ഇത്രയൊന്നും ചർച്ച ചെയ്യാറില്ല. അത് വളരെ നല്ലതാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത് വിമർശനത്തിന്റെ രൂപത്തിലായിരുന്നാലും കൂടുതലും അങ്ങനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാധ്യമ പ്രവർത്തകർ എന്ന് ഇങ്ങനത്തെ സെമിനാറിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ പറയുകയും നോട്ടീസിൽ പേരടിക്കുകയൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവർ മാപ്ര എന്ന ചുരുക്കപ്പേരിലാണ് ഞങ്ങളോട് സ്നേഹമുള്ളവർ വിളിക്കുന്നത്. അപ്പൊ ഏത് തരത്തിലായിരുന്നാലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലതാണ് എന്നാണ് എന്റെ വിചാരം. മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് സ്ഥലങ്ങൾ, മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന മാധ്യമങ്ങളുടെ പ്രചാരം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ സംഭവിക്കാത്തതിന് ഒരു കാരണം മാധ്യമങ്ങളെ പ്രസക്തമാക്കി നിർത്തുന്ന അതിന്റെ വായനക്കാരും കാഴ്ചക്കാരുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓഫീസിൽ ഒരു കണക്ക് അവതരിപ്പിക്കുകയുണ്ടായി. അതിലെ 2023 24 തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ടെലിവിഷൻ കാണുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞത് ശരിയല്ല, ടെലിവിഷന് വേണ്ടി ആളുകൾ മാറ്റിവെക്കുന്ന സമയത്തിൽ 18% വർധനവുണ്ടായി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ വർഷം ഒരു ഇലക്ഷൻ വർഷമായിരുന്നു. പിന്നെ ഈ വയനാട് പോലത്തെ വലിയ ദുരിതങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് കൂടിയാകണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇലക്ഷൻ പോലെ അല്ലെങ്കിൽ വയനാട് പോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ മുഖ്യധാര മാധ്യമങ്ങളെയാണ് ആശ്രയിക്കേണ്ടത് എന്ന ഒരു ബോധം ഈ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്ന സമയത്ത് ഉണ്ടായി എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് വലിയ ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ കുറഞ്ഞു വരികയാണെന്നാണ്. നമ്മൾ ഈ കോവിഡിന്റെ മുൻപ് ഇത്തരത്തിലുള്ള കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ ഉപഭോഗം കുറഞ്ഞു വരികയായിരുന്നു. കോവിഡിന്റെ സമയത്ത് അത് കൂടിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് തുടരുകയാണ്. അത് മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലുള്ള ഉത്തരവാദിത്വം കൂട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനോടുള്ള വിമർശനങ്ങളും വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. വിമർശനം ഏവർക്കും ഉന്നയിക്കാം. അതിന് മാധ്യമ പ്രവർത്തകനാണോന്നോ, മാധ്യമ പ്രവർത്തനത്തിൽ പരിചയം വേണമെന്നോ, അതിലെന്തെങ്കിലും PhD ചെയ്യണമെന്നോ ഒന്നുമില്ല. മനുഷ്യന്റെ ഏറ്റവും വിലപിടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സമയമാണ്. മറ്റെന്ത് നമുക്ക് വിലയ്ക്ക് വാങ്ങാം. ഏറ്റവും വിലപിടിച്ച ഈ സമയം എന്റെ ഒരു പ്രോഗ്രാം കാണാൻ, എന്റെ ഒരു ചാനൽ കാണാനായിട്ട് ഒരു വ്യക്തി നീക്കി വെക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ, അതിനെ വിമർശിക്കാൻ പൂർണ്ണമായ അവകാശം അവർക്കുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇത്തരത്തിലുള്ള ഇന്ററാക്ഷൻസ്, സംഭാഷണങ്ങൾ, സംവാദങ്ങളൊക്കെ അങ്ങനെ ഉള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമ വിമർശനങ്ങളുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്കറിയാം, ഈ മാധ്യമങ്ങളെ വിമർശിക്കുക നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളുമാണ്. അവർക്കതിന് പൂർണ്ണമായ അവകാശമുണ്ട്. അവർ വിശ്വസിക്കുന്ന, വേണമെങ്കിൽ ജീവൻ വരെ കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെ ശരിയായതോ തെറ്റായതോ ആയ ഒരു വിവരം വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടത് അവരുടെ ജോലിയാണ്, അതിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഒരു മാധ്യമപ്രവർത്തനം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്റെ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്ന്. ഞങ്ങളാരും അങ്ങനെ പറയാറില്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെയല്ല, അവർ അങ്ങനെ പറയുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഏത് വേദിയിലും. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം, നേരത്തെ ശരത്ത് ഈ സമൂഹ മാധ്യമങ്ങളെ പറ്റി പറഞ്ഞു. സമൂഹ മാധ്യമങ്ങൾ മൊത്തത്തിലെടുത്താൽ അത് ഗുണപരമായ ഒരു മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു 20 വർഷം കഴിയുകയാണ്. 2004 ആ സമയത്താണ്, 2003 സമയത്താണ് ആരംഭിക്കുന്നത്. അപ്പൊ അതിനുശേഷം കഴിഞ്ഞൊരു 20 വർഷത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെയും മാധ്യമ രംഗത്തെയും മാറ്റിയ ഏറ്റവും വലിയൊരു സ്വാധീന ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയും. സമൂഹ മാധ്യമങ്ങൾ വന്നതോടുകൂടി മാധ്യമങ്ങൾക്ക് മാറേണ്ടി വന്നു. നമ്മുടെ തന്നെയൊക്കെ ജീവിതം മാറി. നമുക്ക് അറിയാലോ, ഇപ്പൊ നിങ്ങളൊരു വിവരം അറിയുന്നത് നിങ്ങളുടെ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിലോ നാട്ടിലെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലോ ഒക്കെ ആയിരിക്കും കാര്യങ്ങൾ അറിയുന്നത്. നമ്മുടെ ഭാഷ തന്നെ മാറിയിട്ടുണ്ട് അല്ലേ? നമ്മളിപ്പോ പണ്ട് അയാൾ എന്നെ കളിയാക്കി എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോ പറയുന്നത് അവൻ എന്നെ ട്രോളി എന്നാണ്.
ഈ ഭാഷ മലയാളത്തിൽ ഉണ്ടായിരുന്നതല്ല, അത് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ സംഭാവന ചെയ്തതാണ്. അപ്പൊ നമ്മുടെ ഭാഷയിലും നമ്മുടെ ഉടുപ്പിലും നടപ്പിലും ഒക്കെ നമ്മുടെ സ്വഭാവ രീതിയിലും ഒക്കെ മാറ്റം വരുത്തിയ, സ്വാധീനം ചെലുത്തിയ സമൂഹ മാധ്യമങ്ങളെയും വല്ലാതെ മാറ്റുന്നുണ്ട്. അതിൽ ക്രിയാത്മകമായ ഒരു വശമുണ്ട്, അത് ശരിയാണ്. പക്ഷേ അതിനപ്പുറം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മാധ്യമ വിമർശനങ്ങളിൽ വിമർശനം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചാണ്. അഭിപ്രായം പറഞ്ഞാൽ അതിന് ആക്രമണം എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ ഞാൻ എന്റെ സമീപകാലത്തുണ്ടായ 2 അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സംഗതി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഉത്തരവാദിത്തപ്പെട്ട വായനക്കാർ, മാധ്യമങ്ങളുടെ കാഴ്ചക്കാർ ഉണ്ടാവുക എന്നുള്ളത്. അവിടെയാണ് നിങ്ങൾക്കൊരു വലിയ റോള് ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഒരു അനുഭവം, ഇത് എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയാനല്ല, പക്ഷെ എന്താണ് അതിൽ സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നവരാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളാണ്. സാധാരണക്കാരൻ എന്ന് പറയുന്ന ആളാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ മാധ്യമങ്ങൾ നിലനിൽക്കണം, ഏതൊക്കെ മാധ്യമങ്ങൾ ഇല്ലാതാകണം, ഏതിനൊക്കെ വില കൽപ്പിക്കണം, ഏതിനെയൊക്കെ അവഗണിക്കണം എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഈ അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ മാസം സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖം ഉണ്ടായിരുന്നു ഞാൻ ചെയ്തത്. അതായത് നിങ്ങൾ എത്ര പേർ കണ്ടു എന്നറിയില്ല, അന്തരിച്ചുപോയ വയലിനിസ്റ്റ് ബാലഭാസ്കർ എന്നയാളുടെ ഭാര്യ ലക്ഷ്മിയുമായിട്ടുള്ള ഒരു അഭിമുഖം ഞാൻ ചെയ്യുകയുണ്ടായിരുന്നു. അവര് ഈ അപകടമുണ്ടായി, അവരുടെ ഭർത്താവും കുട്ടിയും മരിച്ചതിന് ശേഷം 6 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് മാധ്യമത്തോട് സംസാരിക്കുക. അവർ തുറന്ന് സംസാരിക്കുന്നത്. അവർ ഏത് അവസ്ഥയിലാണെന്ന് പോലും ആളുകൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു വാർത്താ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. എല്ലാവരും കണ്ട, നടുങ്ങിയ, വേദനിച്ച ഒരു അനുഭവം. അന്ന് ആ വണ്ടിയിൽ കൂടെ ഉണ്ടായിരുന്ന അതിന്റെ ദൃക്സാക്ഷി സംസാരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അത് വന്നതിന് ശേഷം ഒരുപാട് അഭിനന്ദനങ്ങളും അവർ പറഞ്ഞത് നന്നായി എന്നൊക്കെ പറയുന്ന അഭിപ്രായ പ്രതികരണങ്ങളും പ്രകടനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ നിങ്ങൾ ഇപ്പോഴും അത് യൂട്യൂബിലുള്ളതാണ്. നിങ്ങൾ അതിൽ പോയി നോക്കിയാൽ അറിയാം, അതിന്റെ താഴേക്ക് ആൾക്കാർ വന്നിട്ട്, അത് മുഖമില്ലാത്ത ആൾക്കാരോ ഫേക്ക് ഐ ഡി എന്ന് വരുന്ന ആൾക്കാരോ ഒന്നുമല്ല, ഈ സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ കമന്റ്സ് ആണ്. അപ്പോ സാധാരണ രീതിയിൽ ഇതൊന്നും അങ്ങനെ ഞാൻ നോക്കുന്നില്ല. പലരും എന്നോട് അത് പറയുകയുണ്ടായി. പിന്നീട് ഈ ചില യൂട്യൂബ് ചാനൽസിലും മറ്റും അവർക്ക് എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവരിതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എത്രമാത്രം ഇൻസെൻസിറ്റീവായിട്ട് വാർത്താ സ്രോതസ്സുകളെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെ, പ്രത്യേകിച്ചും നമ്മൾ ദുർബല വിഭാഗം എന്ന് പറയുന്ന സ്ത്രീകളെ, ദളിതരെ, ന്യൂനപക്ഷങ്ങളെ, വികലാംഗരെ ഒക്കെ കാണുന്നു എന്നറിയാൻ ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളും ഇത്തരത്തിലുള്ള ചില സമൂഹ മാധ്യമം ഉപയോഗിച്ച് അതിക്രമം നടത്തുന്ന ആൾക്കാരെയും പരിശോധിച്ചാൽ മതിയാവും. ഇവരെല്ലാം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് തന്നെയാണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ഇന്റർവ്യൂ തന്ന ആളായതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിച്ച ആളായതുകൊണ്ട് എനിക്ക് ലക്ഷ്മി പറയുന്നത് മുഴുവൻ സത്യമാണെന്നോ അവരുടെ ഭാഗത്ത് മുഴുവൻ ശരിയാണെന്നോ എന്ന് പറയേണ്ട അവകാശമൊന്നുമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത്, അതിന്റെ ഒരു ലോജിക്കോ ഒരു കോമൺ സെൻസോ ഒന്നും മനസ്സിലാക്കാതെ, ഒരാൾ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാതെ, ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട ശാരീരികമായും മാനസികമായുള്ള വേദനയുമായിട്ട് ജീവിക്കുന്ന ഒരാളെ വീണ്ടും ഈ ലിഞ്ചിങ് എന്ന് പറയുന്ന പോലെ. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ സ്ത്രീ ഈ പ്രതികരണങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ജീവിച്ചിരിക്കാൻ തോന്നുമെന്ന്. അപ്പൊ അതിനുള്ള ഉത്തരം ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി തന്നെ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ഇത് കഴിയുമ്പോഴും ആൾക്കാർ ഒരുപാട് വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ പറഞ്ഞേക്കാം. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല എന്നാണ് അവർ എടുത്തിരിക്കുന്ന നിലപാട്. അവരുടെ അത്ര മനസ്സിലുറപ്പ് എനിക്കില്ലാത്തത് കൊണ്ടാണ് എനിക്കതിലൊരു വിഷമം ഉണ്ടായത്. രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഈ മാസം ആദ്യം ഞാനൊരു വേറൊരു അഭിമുഖം എടുക്കുകയുണ്ടായിരുന്നു. ചരിത്രകാരനായിട്ടുള്ള മനു എസ് പിള്ളയുമായിട്ടുള്ള ഒരു അഭിമുഖമായിരുന്നു. അപ്പൊ അത് ഇതുപോലെ അത്ര ഒരു ശ്രദ്ധ നേടിയൊരു കാര്യമല്ലെങ്കിലും അതിൽ സംസാരിച്ച വിഷയം എന്താണ് എന്ന് കേൾക്കാതെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, എന്നെ നേരിട്ടൊക്കെ വിളിച്ച ആൾക്കാർ സംസാരിക്കണ്ടേ. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുവിന്റെ ഒരു അവസാനത്തെ പുസ്തകമുണ്ട്, ഗോഡ്, ഗൺസ് ആൻഡ് മിഷണറീസ് എന്ന് പറഞ്ഞിട്ടാണ്. ഹിന്ദു മതത്തിന്റെ ഒരു പരിണാമമാണ് പുള്ളി അതിൽ സംസാരിച്ചത്. അപ്പൊ അതങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിനെതിരോ അനുകൂലമോ ഒന്നുമല്ല. പക്ഷേ ഇവർ ഇതിന്റെ ടൈറ്റിലൊക്കെ മാത്രം നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്തോ ഹിന്ദു മതത്തിനെ പറ്റി എന്തോ ഒരു പുസ്തകമാണെന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഉണ്ടാക്കി വെച്ചുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ട് മനുഷ്യന്. അപ്പൊ നീ ഈ മതത്തെ പറഞ്ഞു, എന്തുകൊണ്ട് നിനക്ക് മറ്റേ മതത്തിനെ കുറിച്ച് പറയുന്നില്ല, നീ എന്തുകൊണ്ട് അതിന് പറയുക എന്ന് പറഞ്ഞാൽ അതെന്തോ തെറ്റായ കാര്യമാണ് എന്ന് ആദ്യമേ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള പ്രതികരണങ്ങളാണ്. അപ്പോ എനിക്കിത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വിമർശനങ്ങൾക്കുമുള്ള അവകാശം എല്ലാവർക്കും ഇരിക്കെ തന്നെ
ഇതിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ മുൻധാരണ വെച്ചിട്ടോ ഇങ്ങനെ അധിക്ഷേപം ചൊരിയുക എന്നുള്ള ഒരു ശീലം മലയാളിക്ക് വളർന്നു വരുന്നുണ്ട്. നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകനായാലും അല്ലാതായാലും ഒക്കെ മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഇഞ്ചെങ്കിലും ഭേദപ്പെട്ട ഒരു സമൂഹം ഉണ്ടാക്കാൻ, അതിനുവേണ്ടി എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം എന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് വഴിയും അത് സാധിക്കും. അത് ഉണ്ടാവണമെങ്കിൽ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുക, ഉത്തരവാദിത്തപ്പെട്ട ഉപഭോക്താവ് മാധ്യമങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്യാമ്പയിൻ ഇപ്പൊ ഫേക്ക് ന്യൂസ്, ഈ ട്വിറ്റർ നടത്തിയ ഒരു സർവേയിൽ പറയുന്നുണ്ട്, ഒരു ശരിയായ വാർത്ത പ്രചരിക്കുന്നതിന്റെ 7 ഇരട്ടി വേഗത്തിലാണ് ഒരു തെറ്റായ വാർത്ത പ്രചരിക്കുന്നത്. ആൾക്കാർക്ക് ഈ തെറ്റിനെ, ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെയൊക്കെ പ്രചരിപ്പിക്കാൻ വലിയൊരു താല്പര്യമാണ്. അപ്പൊ പലപ്പോഴും ഇപ്പൊ മാധ്യമങ്ങൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു മാധ്യമ സെമിനാർ ഇവിടെ നടക്കുന്നു, നമ്മളെല്ലാവരും സംസാരിക്കുന്നു, നിങ്ങൾ കേട്ടിരിക്കുന്നു. ഇത് നാളെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം, ഇന്ന ആൾക്കാർ സംസാരിച്ചു, ഇന്ന വിഷയങ്ങൾ സംസാരിച്ചു എന്ന്. പക്ഷെ പെട്ടെന്ന് ഒരാൾ പറയുകയാണ്, ഈ സെമിനാർ സംഘടിപ്പിച്ചതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, ഇതിന് പിന്നിൽ വിദേശ ഫണ്ടിങ് ഉണ്ട് എന്ന് പറഞ്ഞൊരു വിവരം വന്നു കഴിഞ്ഞാൽ അതിനോടൊരു വലിയ ശ്രദ്ധ വരും. ആ ശ്രദ്ധ വരിക മാത്രമല്ല, അവർ മുഴുവൻ പറയുക ഇത് നേരായ രീതിയിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ അമർത്തി വെച്ച ഒരു രഹസ്യമാണ് ഈ മറ്റേ ആൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മനസ്സിലായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊന്നും ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, മറ്റേ ഈ ആൾക്കാരെ കണ്ടില്ല, അവരെല്ലാം തുറന്നു പറയുന്നു എന്നായിരിക്കും നമ്മൾ കേൾക്കേണ്ടി വരും. അതൊരു ഇല്ലാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിന്റെ പേരിൽ അധിക്ഷേപം കേൾക്കുന്ന ഒരു വിഭാഗം കൂടി ആയിട്ടുണ്ട് ഈ മാധ്യമ പ്രവർത്തകർ. അവിടെയൊക്കെ ഞാൻ വിചാരിക്കുന്നത് പ്രബുദ്ധരായ മാധ്യമ ഉപഭോക്താക്കൾക്ക് അതിലൊരു സംസ്കാരം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങളെ നന്നാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ തുറന്ന മാധ്യമങ്ങളെ വിമർശിക്കുന്ന ഒരു രീതി ഒന്നും ഇല്ലാതിരുന്ന കാലത്തുണ്ടായിരുന്ന മാധ്യമങ്ങളെക്കാൾ മെച്ചപ്പെട്ട മാധ്യമങ്ങളാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ആൻസറബിൾ ആണ് എന്ന് ആളുകൾക്കറിയാം. അപ്പൊ അതിൽ ഈ തെറ്റുവരാത്തൊരു മാധ്യമമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ മാധ്യമപ്രവർത്തനത്തിന്റെ വലിയ മാതൃകകളായിട്ട് കാണിക്കുന്ന ഈ BBC-ക്കും ഒക്കെ തെറ്റുകൾ വന്നിട്ടുണ്ട്, അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഈ മാധ്യമപ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ഒരു സർക്കാർ ഓഫീസിൽ ഒരു LD ക്ലർക്ക് ഒരു തെറ്റ് വരുത്തിയാൽ ചിലപ്പോൾ അതിന്റെ മുകളിലിരിക്കുന്ന ഒരു സൂപ്രണ്ടോ അല്ലെങ്കിൽ UD ക്ലർക്കോ ആയിരിക്കും കണ്ടെത്തുക. അവർ മാത്രമേ അത് അറിയുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരു പണിക്കാരൻ ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ ആ വീടിന്റെ ഉടമസ്ഥൻ മാത്രമായിരിക്കും അറിയുക. പക്ഷെ ഒരു മാധ്യമപ്രവർത്തനം ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയും. അത് ഈ ജോലിയുടെ ഒരു സ്വഭാവമാണ്. ഇതിന്റെ ഒരു റിസ്ക് ഉണ്ട്. അത് തന്നെയാണ് ഇതിലെ ഒരു ത്രില്ലെന്നും ഞാൻ വിചാരിക്കുന്നു. നമ്മളൊരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ നാട്ടുകാരറിയാം. അപ്പൊ നമ്മൾ ഈ പുതിയ ആൾക്കാർ വരുമ്പോൾ പറയുന്നതും നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ മനസ്സിൽ പറയുന്നതായിട്ടുള്ള കാര്യമാണ്. ഇത് നാട്ടുകാരറിയും, അറിഞ്ഞാൽ അവർ ചോദിക്കും എന്നുള്ളത്. ചോദിക്കുന്നത് രണ്ടാമത്തെ കാര്യം, പക്ഷെ അറിയും എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ, അതാണ് ഈ ജോലിയുടെ വലിയൊരു റിസ്ക്. അത് തന്നെയാണ് ഇതിന്റെ ഒരു ത്രില്ലും. അവിടെ ശരിയായ മാധ്യമ വിമർശനം നടത്തുന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ മാധ്യമം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അത് കാര്യക്ഷമമായി നിറവേറ്റുന്ന ആളുകളുമുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. നേരത്തെ ശരത്ത് പറഞ്ഞു വെച്ച ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഈ സമാധി വിവാദം വന്നപ്പോ ഒരാൾ ചോദിച്ചു എന്ന് പറഞ്ഞു. അത് എന്റെ ഓഫീസിൽ, എന്റെ ചാനലിലെ റിപ്പോർട്ടറാണ്, സനകനാണ് ചോദിച്ചത്. ഈ പറയുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ മകൻ പറഞ്ഞു, ഇത് മരണമല്ലല്ലോ, ഇത് സമാധിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നാ പിന്നെ സമാധി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചത്. അത് ആൾക്കാർ വലിയ ഇതിലേറ്റെടുത്തു. നമ്മൾ ഒരു വലിയ ചർച്ച നടത്തുന്നതിനേക്കാളും വലിയ എഡിറ്റോറിയൽ എഴുതുന്നതിനേക്കാളും ഒക്കെ വളരെ ശക്തിയായിരുന്നു ആ ഒരു ചോദ്യത്തിന്, ആ സമയത്ത് ചോദിച്ച ആ ചോദ്യത്തിന്. നമ്മൾ പലരും ഈ സമയത്ത് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരുപാട് സമൂഹ മാധ്യമങ്ങളുണ്ടല്ലോ, നമുക്ക് വാർത്തകളൊക്കെ അറിയാൻ യൂട്യൂബും സോഷ്യൽ മീഡിയയും വാട്സപ്പും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ ചാനലുകൾ, എന്തിനാണ് ഈ പത്രങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കൃത്യമായ സമയത്ത് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്, അത് ചോദിക്കാൻ ഒരാൾ വേണം. അത് മാധ്യമ പ്രവർത്തനം എന്ന വളരെ പ്രൊഫഷണലായ ഒരു കാര്യം, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പരിശീലനം ആവശ്യമുള്ള, പ്രയോഗം ആവശ്യമുള്ള ഒരു തൊഴിൽ എന്ന രീതിയിൽ അത് കാണുന്നവർക്ക് കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് സാധാരണ ഒരു യൂട്യൂബറും ഒരു മാധ്യമ പ്രവർത്തകനും
തമ്മിലുള്ള വ്യത്യാസം എന്ന് സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ കുറച്ചു മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നതാണ്, നിങ്ങളിപ്പോ ആ വാർത്ത കണ്ടു കാണും. അതായത് ഒരു യൂട്യൂബർ, അയാളെ മണവാളൻ എന്നോ മറ്റോണ പേര്, പുള്ളി ഒരു ജയിലിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു വീഡിയോ എടുത്തു. നിങ്ങൾ അത് കണ്ടു കാണുമല്ലോ അല്ലെ? അപ്പൊ അതെനിക്ക് ഒരാൾ അയച്ചു തന്നിട്ട് നിങ്ങൾ മീഡിയക്കാരെ കൊണ്ട് തോറ്റു എന്നാണ് പറയുന്നത്. അതായത് ഈ പറഞ്ഞ ആള് ഈ യൂട്യൂബറും മനോരമയിലോ കൈരളിയിലോ ജോലി ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള വ്യത്യാസം അയാൾ മനസ്സിലാക്കുന്നില്ല. സംഭവം ശരിയായിരിക്കാം, നമ്മൾ അതിനെ ഇഷ്ടപ്പെടാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ആൾക്കാർ വാർത്ത അറിയുന്നത് പത്രം വായിച്ചിട്ടോ ചാനൽ കണ്ടിട്ടോ മാത്രമല്ല. അവര് ഫേസ്ബുക്കിൽ അവരുടെ സുഹൃത്തിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു വിശേഷം, ഒരു ട്രോള്, ഇതൊക്കെ കാണുന്നതിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു സംഗതിയാണ് അവർക്ക് വാർത്ത. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഈ വാർത്തയ്ക്ക് കൊടുത്തിരുന്ന ഒരു സാങ്ക്ടിറ്റി, ഒരു പവിത്രത ഒന്നും ആൾക്കാർ ഇപ്പൊ കാണിക്കുന്നു എന്ന് വരില്ല. ഇപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കും അറിയായിരിക്കും, അവരിങ്ങനെ വാർത്ത, പ്രാദേശിക വാർത്തയൊക്കെ കാത്തിരുന്ന റേഡിയോ വെച്ച് കേൾക്കുന്ന, അല്ലെങ്കിൽ ദൂരദർശനിലെ വാർത്ത കാത്തിരുന്ന് കാണുന്ന, പത്രം രാവിലെ ഇങ്ങനെ എണീറ്റ് അക്ഷമനായിട്ടൊരു ചായയുമായിട്ട് കാത്തിരുന്ന് പത്രം വായിക്കുന്ന ഒരു രീതിയൊക്കെ ഇപ്പോഴത്തെ ജനറേഷന് മാറിപ്പോയി. അവർക്ക് മറ്റു പലതിൽ ഒന്നാണ് ഈ വാർത്ത എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ സമൂഹ മാധ്യമങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് അതിലുണ്ട്. പക്ഷേ മാധ്യമ പ്രവർത്തകൻ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. മാധ്യമത്തെ ഗൗരവമായി കാണുന്ന പ്രേക്ഷകനും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. കാരണം രാഷ്ട്രീയക്കാരോ അല്ലാത്തവരോ എന്തൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളെ വിമർശിച്ചാലും മാധ്യമപ്രവർത്തനം നന്നാകണം എന്നും വിമർശനത്തിൽ കാമ്പുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നും ആദ്യം വിചാരിക്കേണ്ടത് മാധ്യമ പ്രവർത്തകനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചോറാണ് ഇത് സാധനം. മറ്റുള്ളവർക്ക് വിമർശിച്ചിട്ട് പോയാൽ മതി. നമുക്ക് അങ്ങനെയല്ല, നാളെയും ഇതുമായി ജീവിക്കേണ്ട ആളാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ കാണുന്ന രീതിയിൽ നമ്മുടെ മുഖവുമായി വരേണ്ട ആളാണ്. അപ്പോൾ അവിടെ തലകുനിച്ച് നിൽക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ വിമർശിച്ച് പഠിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ കാലത്ത് ഞാൻ അതിന്റെ ഈ ഒരു ക്രൈസിസ്, എന്താണ് മാധ്യമപ്രവർത്തകർ നേരിടുന്ന ഒരു വെല്ലുവിളികൾ, പ്രതിസന്ധികൾ എന്ന രീതിയിലേക്ക് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. അത് വിശാലമായ ഒരു ഇതാണ്. നേരത്തെ ശരത് പറഞ്ഞു വെച്ച മത്സരം എന്ന് പറയുന്നത് അതിൽ ഒന്നാണ്. മത്സരം വരുമ്പോൾ ആത്യന്തികമായി മറ്റേത് രംഗത്ത് മത്സരം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉപഭോക്താവായിരിക്കും ഗുണഭോക്താവ് എന്ന് പറയാറുണ്ട്. മാധ്യമ രംഗത്ത് അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. മത്സരം വരുമ്പോഴത്തേക്കും എന്തു പറയാനാണ്, നമ്മൾ അതിൽ മുന്നിലെത്താൻ ശ്രമിക്കുക സ്വാഭാവികമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള തെറ്റുകൾ ധാരാളം സംഭവിക്കും. ഇപ്പോ കഴിഞ്ഞ ഈ രാജ്ദീപ് സർദേശായി എന്ന മാധ്യമപ്രവർത്തകരുണ്ട്, ഇന്ത്യ ടുഡേ ചാനലുള്ള പുള്ളി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം പുതിയൊരു പുസ്തകം വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ, ഇലക്ഷന്റെ കൗണ്ടിംഗ് ഡേ നിങ്ങൾ നോക്കിയാൽ അറിയാം. ആദ്യം തന്നെ അത് 8 മണിക്ക് നമ്മൾ പോളിംഗ് അല്ല കൗണ്ടിംഗ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, അവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇതിന്റെ എൻട്രി രേഖപ്പെടുത്തുന്നു, അതിന്റെ ഏജന്റുമാരെ പ്രവേശിപ്പിക്കുന്നു, അതിനുശേഷം സർവീസ് ബാലറ്റുകൾ എണ്ണുന്നു, ഇങ്ങനെ വരുന്നൊരു പ്രൊസീജിയർ ഉണ്ട്. അത് നടന്നു വരാൻ ഒരു സമയം എടുക്കും, അതിൻ്റെതായ ഒരു സമയം എടുക്കും. അതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. പക്ഷെ പലപ്പോഴും ചാനലുകളിൽ ഈ ഇത് തുടങ്ങുമ്പോൾ 8 മണിക്ക് പോളിംഗ് ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് 8:02 തന്നെ ഒരു നമ്പർ അങ്ങ് അടിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, 100 വോട്ടിന് ഇന്നയാൾ മുന്നിൽ, മറ്റേ ഇടത്ത് 50 വോട്ടിന് ഇയാൾ മുന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ട്? അപ്പോ ഇത് കാണുന്ന രണ്ടാമത്തെ ചാനല് അതിനേക്കാൾ കുറച്ചുകൂടെ കടത്തിയും കടിക്കും. അപ്പൊ ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുള്ളതുകൊണ്ട് പറയാണ്, നമ്മൾ സത്യമായിട്ട് അവിടുന്ന് വരുന്ന കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് വരുന്ന നമ്പർ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ എന്ന് ഒരു ചാനൽ വിചാരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ആ ചാനൽ അപ്പോൾ ആരും കാണില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ ഗ്രാഫിക്സിൽ 0 ആയിരിക്കും കിടക്കുന്നത്. LDF 0, UDF 0, NDA 0. പക്ഷെ ഈ കള്ളക്കണക്ക് കൊടുക്കുന്ന ചാനലിന്റെ നമ്പർ വളരെ കൂടുതലായിരിക്കും. അപ്പം അതാണ് അപ്ഡേഷൻ, അവരാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇത് കൊടുക്കുന്നത് എന്ന ആളുകൾ തെറ്റിദ്ധരിക്കും. ഇത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടുമുള്ള പ്രതിഭാസമാണ് എന്ന് നാഷണൽ വാർത്തകൾ നോക്കുന്ന, ഇലക്ഷനുകൾ നോക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഇത് ഈ മത്സരം ഉണ്ടാക്കുന്ന ഒരു അപകടമാണ്. അപ്പൊ നമ്മൾ അവഗണിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ മത്സരത്തിലേക്ക് ആളുകൾക്ക് വരേണ്ടി വരുന്നു. എനിക്ക് ഓർമ്മയുള്ളത്, അരുവിക്കര ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനിച്ചു നമ്മൾ അങ്ങനെ കൊടുക്കില്ല, ഇനിയിപ്പോ അതുകൊണ്ടുള്ള നഷ്ടം ഒന്ന് സഹിച്ചേക്കാം എന്ന് മനോരമ തീരുമാനിച്ചിരുന്നു. അപ്പൊ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ആദ്യം ഞങ്ങളുടെ തന്നെ ഡെസ്കിലുള്ള ഒരു ഭയങ്കര നിരാശരാവുകയാണ്. കാരണം ബാക്കി ചാനലുകൾ പോകുന്നു. ഏഷ്യാനെറ്റ് മാത്രമാണ് ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഇത് നമ്പർ കൊടുക്കാതിരുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ പോളിംഗ് ഓഫീസർ വന്നിട്ട് പറയാണ്, ഇതിന്റെ മെഷീനിൽ ചില തകരാറുണ്ട്, അതുകൊണ്ട് ഇതുവരെ കൗണ്ടിങ് ആരംഭിച്ചിട്ടില്ല എന്ന് പുള്ളി പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ആശ്വാസമായത്. അപ്പൊ ബാക്കി ഈ നമ്പർ കൂട്ടിക്കൊടുത്തുന്ന ആൾക്കാർക്ക് അത് കുറച്ചു കൊണ്ടുവന്നു. പക്ഷെ ഇത് ഇങ്ങനെ എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല, അല്ലെങ്കിൽ ഈ നമ്പർ കൂട്ടിക്കൊടുത്ത ആൾക്കാർക്ക് അതിലെന്തെങ്കിലും ഖേദം ഉണ്ടാകണമെന്നില്ല. ഇത് തുടങ്ങി മത്സരം ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ
ഒരു വശത്ത് ഒരുപാട് വരുന്നു. ഒരു പ്രതിസന്ധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇത് കൊടുക്കുന്നില്ലല്ലോ. അത് എനിക്ക് നല്ല ഓർമ്മയുള്ളത്, മുമ്പൊരിക്കൽ ഒരു യൂട്യൂബ് ചാനൽ കൊടുത്തു, ഒരു കറി പൗഡർ കമ്പനിയിൽ റെയ്ഡ് നടന്നു, അതിന്റെ എന്തോ വിഷപദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത കൊടുത്തു. അപ്പോൾ ഒരുപാട് സാധാരണക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഇത് കൊടുത്തില്ലല്ലേ, കാരണം നിങ്ങൾക്ക് അവർ പരസ്യം തരുന്നതുകൊണ്ട് നിങ്ങൾ കൊടുക്കാതിരുന്നതാണ് എന്ന്. അപ്പൊ അതിന്റെ സത്യം എന്ന് പറഞ്ഞാൽ 2 കറി പൗഡർ കമ്പനികൾ തമ്മിലുണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു. അപ്പൊ അതിലൊരു കമ്പനി മറ്റവർക്കെതിരെ കൊടുത്ത വാർത്തയായിരുന്നു, തെറ്റായ ഒരു വാർത്തയായിരുന്നു. പക്ഷെ അതിന് പഴി കേൾക്കേണ്ടി വന്നത് ഈ വാർത്ത കൊടുക്കാതിരുന്ന, അതായത് അവിടെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ല, സംഭവിക്കാത്ത കാരണം റിപ്പോർട്ട് ചെയ്തില്ല, അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർക്കാണ് അതിന്റെ പഴി കേൾക്കേണ്ടി വന്നത്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലത്തെ ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഭരണകൂടത്തിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ എന്ന് പറയുന്നത്, അത് ഇപ്പം കേരളത്തിനേക്കാൾ കൂടുതൽ ദേശീയ മാധ്യമങ്ങളാണ് അത് നേരിടുന്നത്. അത് പലതരത്തിലാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ ന്യൂസ് ക്ലിക്കിന്റെ ഒക്കെ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് മാത്രമല്ല, അല്ലാതെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ NDTV എന്ന് പറയുന്നൊരു ചാനൽ ഉണ്ടായിരുന്നു, നിങ്ങൾ പലരും കണ്ടിട്ടുള്ള ചാനലായിരിക്കാം. അതിന്റെ അവർക്കെതിരെ കേസ് ഉണ്ടായതൊക്കെ അറിയാലോ. ഡോക്ടർ പ്രണോയ് റോയി എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ മാധ്യമ പ്രവർത്തനം പഠിക്കുന്ന കാലത്ത് നമ്മുടെയൊക്കെ വലിയ ഹീറോ ആയിരുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ഞാനത് അവസാനിപ്പിക്കാം. ഇതെങ്ങനെയാണ് ഈ ഭരണകൂടം വേണമെന്ന് വെച്ചാൽ ആൾക്കാരെ പീഡിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ, അവരതിന്റെ ചെയർമാനാണ് NDTVയുടെ. ഇവരുടെ 70ാം പിറന്നാൾ ആഘോഷിക്കാനായിട്ട് 2019 തോന്നുന്നു, 70ാം പിറന്നാൾ ആഘോഷിക്കാനായിട്ട് അവരുടെ കുറെ കുടുംബക്കാരും ഒക്കെ ആയിട്ട്, അവർ നല്ല കാശുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് അവര് കെനിയയിൽ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി എയർപോർട്ടിലെത്തുകയാണ്. അപ്പോൾ അതിന്റെ എമിഗ്രേഷൻ ക്ലിയറൻസ് മറ്റേ ഇതൊക്കെ നടക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഓഫീസർ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതായത് ഇവർക്ക് വിസയും പാസ്പോർട്ടും സംഭവമൊക്കെ ഉണ്ട്, എന്നാലും പ്രണോയ് റോയ്ക്കും ഭാര്യയ്ക്കും മിസ്സിസ് റോയ്ക്കും പോകാൻ കഴിയില്ല. അപ്പൊ എന്താണ് കാരണം എന്ന് നോക്കിയപ്പോൾ കാരണമൊന്നും പറയുന്നില്ല. കാരണമൊന്നുമില്ല, നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, അതാണ് കാരണം. അപ്പൊ ഈ നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്, വലിയൊരു എക്കണോമിസ്റ്റ് ആണ്, ഒരു സെഫോളജിസ്റ്റ് ആണ്. ഡോക്ടർ റോയെ അറിയാത്ത ആരും ഇന്ത്യയിലില്ല. അവരൊന്ന് പറയാണ് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. എന്നിട്ട് അവസാനം അവർ കുറെ നേരം സംസാരിച്ചപ്പോൾ ഒരു ഓഫർ വെച്ച്, വേണമെങ്കിൽ കൂടെ വന്ന ആളുകൾക്ക്, ആ ബന്ധുക്കൾക്ക് പോകാന്ന്. ഏത് ഈ മിസ്സിസ് റോയുടെ ഇവരുടെ പിറന്നാൾ ആഘോഷിക്കാൻ അവരില്ലാതെ മറ്റുള്ളവർക്ക് പോകാമെന്ന് പറഞ്ഞു. അതിൽ ഒരു അപമാനം ഇല്ലല്ലോ, അവര് വേണ്ട എന്ന് വെക്കുകയാണ്. പിന്നെ തുടർച്ചയായിട്ട് ഉള്ള കേസുകൾ, ചോദ്യം ചെയ്യലുകൾ, അതിലൊരു ചാർജ് ഷീറ്റും ഉണ്ടായില്ല, ഒരു വിചാരണയും ഉണ്ടായില്ല, ഒരു ശിക്ഷയും ഉണ്ടായില്ല. പക്ഷേ ഒരു ഭരണകൂടം വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ആളായിരുന്നാലും, എത്ര വലിയ മാധ്യമപ്രവർത്തകനായിരുന്നാലും അവരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഇന്ത്യയിൽ ഈ ഫ്രീഡം ഇൻഡെക്സ് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ ഇപ്പൊ 161 അങ്ങനെ എന്തോണ്ട് കഴിഞ്ഞ വർഷം വന്നപ്പോൾ. അതിന്റെ താഴേക്ക് വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ ആ നിലയിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ ഇങ്ങനെ ഉള്ള വെല്ലുവിളികൾ ധാരാളം നിൽക്കുകയാണ്. ആ വെല്ലുവിളികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത്. എങ്കിലും അഭിമാനിക്കാവുന്ന ഒരു രംഗമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗം എന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് ഓർമ്മയുള്ളത്, ഞങ്ങളുടെ മനോരമയിൽ ഈ വാൻ ഇൻഫ്ര എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ഒരു രാജ്യാന്തര മാധ്യമ കൂട്ടായ്മയാണ്. അവിടുന്ന് ഒരാൾ ഒരിക്കൽ ഞങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് വന്നു. അവർ ഡിജിറ്റലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാനായിട്ട് വന്നു. അപ്പൊ പുള്ളി അവതരിപ്പിച്ച ഒരു തിയറി ഇതായിരുന്നു, നമ്മൾ എഡിറ്ററുടെ റോള്, വാർത്തകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള എഡിറ്ററുടെ റോള് വളരെ പരിമിതമാക്കണം. എന്നിട്ട് നമ്മുടെ ട്രാഫിക് എന്ന് പറയുന്നത് ആരാണോ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള വാർത്തകൾ ഡിജിറ്റലിൽ ഏറ്റവും മുകളിൽ വരിക, അത് എന്ത് തരം വാർത്തയാണെന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നിട്ട്, അന്ന് മനോരമ ഓൺലൈനിലെ പ്രധാന വാർത്ത പുനത്തിൽ കുഞ്ഞബ്ദുള്ള അന്തരിച്ച വാർത്തയായിരുന്നു. അപ്പൊ ശരിക്കും അതിന്റെ ട്രാഫിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേര് കാണുന്നതൊക്കെ കൃത്യമായിട്ട് ഇതിൽ അറിയാൻ പറ്റും. നോക്കുമ്പോഴത്തേക്കും അത് വളരെ കുറച്ച് പേരേ ഉള്ളൂ അതിന് വായനക്കാർ. അതിലപ്പുറം എനിക്ക് തോന്നുന്നു അന്ന് ഈ ദിലീപ് കേസ് എന്തോ കത്തിയിരിക്കുന്ന സമയമാണ്, അതിന്റെ വാർത്തകൾക്ക് വലിയ വ്യൂവർഷിപ്പ് ഉണ്ട്, പക്ഷെ ഇത് വരുന്നില്ല. അപ്പൊ പുള്ളി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ വ്യൂവർഷിപ്പ് ഇല്ലാത്ത വാർത്ത ഇങ്ങനെ പ്രധാന വാർത്തയായിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് അത് മാറ്റിക്കൂടെ, എന്നിട്ട് ഈ വ്യൂവർഷിപ്പുള്ള വാർത്ത കേട്ടിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞാൽ അത് കേരളത്തിന് മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവന ചെയ്ത ഒരു സാഹിത്യകാരൻ അന്തരിച്ച വാർത്തയാണ്, നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു ട്രിബ്യൂട്ടാണ്. അപ്പൊ പുള്ളി ചോദിച്ചു, അദ്ദേഹം ഇപ്പോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അത് ചെറുപ്പമായിരുന്നു, അല്ല അദ്ദേഹം പ്രായമായിട്ടാണ്, അദ്ദേഹം ഒരു സർപ്രൈസ് ഡെത്ത് ആയിരുന്നു, അല്ല അദ്ദേഹം വയ്യാതെ കിടക്കുകയായിരുന്നു, മരിക്കുമെന്ന് നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്തിനാണ് കുറച്ചു കാലമായിട്ട് വലിയ ഹിറ്റുകളൊന്നും എഴുതാത്ത, വലിയ കഥയൊന്നും എഴുതാത്ത, വയസ്സായ, മരിക്കുമെന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരാൾക്ക് ഇത്രയും സ്പേസ് കൊടുക്കുന്നത്. അപ്പോ ഞങ്ങൾ പറഞ്ഞു, അല്ല അത് ഞങ്ങളുടെ ഒരു പോളിസിയാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അത് മനോരമയുടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഭാഷാ മാധ്യമങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും, ചിലപ്പോൾ റിട്ടയർ ചെയ്തിട്ട് വർഷങ്ങളായി, റിട്ടയർ ചെയ്തിട്ട് അവരുടെ സജീവ കാലമല്ലാതിരുന്നിട്ട് അന്തരിക്കുന്ന സാംസ്കാരിക
രംഗത്തെ ആളുകൾക്ക് പോലും മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു 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 പ്രാധാന്യം, ഇത് മറ്റു ഭാഷകളിലും നിങ്ങൾ ഹിന്ദി ചാനലുകളോ ഇംഗ്ലീഷ് ചാനലുകളോ കണ്ടുനോക്കൂ, അവിടെ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രാധാന്യം, സക്കീർ ഹുസൈൻ അടുത്തന്നെ മരിച്ചു. സക്കീർ ഹുസൈൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. അതായത് അദ്ദേഹം വളരെ സജീവമായി രാജ്യാന്തര തലത്തിൽ കത്തി നിൽക്കുന്ന ഒരാളാണ്. സർപ്രൈസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മരണം. മലയാളത്തിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തതുപോലെ കൊടുത്തതുപോലെ ഒരു ആദരവ് രാജ്യത്തെ ഒരു മാധ്യമവും കൊടുത്തില്ല. ഞാൻ അത് എല്ലാ മാധ്യമങ്ങളിലെയും കവറേജ് നോക്കിയത് കൊണ്ട് പറയുന്നത്. ഇവിടുത്തെ പിന്നീട് ഇറങ്ങിയ ആ ആഴ്ച വാരികകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും കവർ സ്റ്റോറി ഇതായിരുന്നു. അദ്ദേഹം മലയാളിയല്ല, അദ്ദേഹം കേരളത്തിന്റെ തനത് ഏതെങ്കിലും ഒരു വാദ്യം വായിക്കുന്ന ആളല്ല, കേരളവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതാണ് നമ്മുടെ ഒരു സംസ്കാരം. ആ സംസ്കാരം മാധ്യമങ്ങളും ഇവിടെ പാലിക്കുന്നുണ്ട്. പക്ഷെ ഒരുപക്ഷെ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ലായിരിക്കും. ഈ പറഞ്ഞ വിമർശിക്കാനാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം എന്നുള്ളത് കൊണ്ട് തന്നെ. ഇപ്പോ ഞാൻ വരുന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഞങ്ങളുടെ ചില പ്രോജക്റ്റുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കേരള ക്യാൻ എന്നൊരു ക്യാൻസർ രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നൊരു പരിപാടി ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് വേണമെങ്കിൽ 3-4 ഡോക്ടർമാരെയൊക്കെ ഇരുത്തി സംസാരിച്ച് കുറച്ച് ഉപദേശം കൊടുത്ത് അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഏറ്റവും ആകർഷകമായി അതെങ്ങനെ നടപ്പാക്കാം എന്നാണ് ആലോചിക്കുന്നത്. മഞ്ജു വാര്യരായിരുന്നു ഞങ്ങളുടെ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഇല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അവസാനിച്ച പെൺതാരം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കുടുംബശ്രീകൾ നാട്ടിൽ വരുത്തുന്ന ഒരു മാറ്റം വലിയൊരു വിപ്ലവമാണ്. ശരിക്ക് 3-4 ലോക രാജ്യങ്ങൾക്കെല്ലാം അനുകരിക്കാൻ പറ്റുന്ന ഒരു വലിയ വിപ്ലവമാണ് വളരെ സൈലന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും വാർത്തകളിൽ അവർക്ക് അങ്ങനെ ഒരു സ്പേസ് കിട്ടാറില്ല. ആ തോന്നലിന്റെ കൂടി ഭാഗമായിട്ടാണ് നടത്തിയത്. ഇതും എങ്ങനെയെങ്കിലും ഒരു സർക്കാർ പരിപാടി പോലെ നടത്തി അവസാനിപ്പിക്കായിരുന്നു. പൂർണിമ ഇന്ദ്രജിത്ത് ആയിരുന്നു ഞങ്ങളുടെ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ. ദിവ്യ IASും ഹരിനാരായണനും ഒക്കെ അതിന്റെ ജൂറി മെമ്പേഴ്സായിട്ട് വന്ന്, സിത്താര കൃഷ്ണകുമാർ അതിന്റെ അവസാനത്തെ ഗസ്റ്റായിട്ട് വന്നത് പരമാവധി ആകർഷകമാക്കി കൊടുക്കുക എന്നുള്ള, അത് വലിയ റേറ്റിംഗിൽ വരികയോ അല്ലെങ്കിൽ ഇതുപോലത്തെ സെമിനാറുകൾ ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും ഉണ്ടായിരിക്കില്ലായിരിക്കും. പക്ഷെ അതിനൊക്കെയുള്ള പ്രതികരണങ്ങൾ വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വരുന്നതാണ്. നാട്ടുസൂത്രം എന്നൊരു പരിപാടി ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന മാറ്റങ്ങൾ, അതിനെപ്പറ്റി ഈ പറഞ്ഞ പോലെ തന്നെ വലിയ അതൊന്നും വൈറലാവാറില്ല സാധാരണ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വേദികളിൽ. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ നടത്താറുണ്ട്. ഞാൻ നേരിട്ട് ഇടപെടുന്ന സംഗതികളായതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞതാണ്. അപ്പൊ മറ്റെല്ലാ തിരക്കുകൾക്കിടയിലും മറ്റെല്ലാ വാർത്തകൾ കൊടുക്കുന്നതിനിടയിലും സമൂഹത്തെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ച് മരിച്ച് പോകുന്ന സമയത്ത് ഒരിഞ്ചെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്താൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എന്റെ സ്ഥാപനം അതിന് മറ്റേതെങ്കിലും ഒരു വാർത്തയ്ക്ക് കിട്ടുന്ന പോലത്തെ ഒരു അറ്റൻഷൻ കിട്ടിയില്ല എന്ന് വെച്ച് നിരാശപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ വിചാരവും. ഇനി അങ്ങോട്ട് വരുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലമാണ്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതുകൂടി പറഞ്ഞ് നിർത്താം. അൽഗോരിതങ്ങൾ നമ്മുടെ ജീവിതങ്ങൾ, വാർത്തകൾ നിർണ്ണയിക്കുന്ന ഒരു കാലമാണ്. യുവൽ നോവ ഹരാരി എന്ന് പറയുന്ന ഇസ്രായേലി ചരിത്രകാരന്റെ അവസാനം ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്. അത് നെക്സസ് എന്ന പേരിൽ. അത് വായിച്ചാൽ അറിയാം. പുള്ളി അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്തിലെ അൽഗോരിതം ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ കലാപം എന്ന് പറയുന്നത് മ്യാൻമാറിൽ നടന്ന റോഹിംഗ്യകൾക്കെതിരായിട്ടുള്ള കൂട്ടക്കുരുതിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മൾ സമൂഹ മാധ്യമങ്ങളുടെ എല്ലാ ഗുണങ്ങളും പറയുമ്പോഴും ഏതൊക്കെ വാർത്ത ആളുകൾ കാണണം, ഏതൊക്കെ വാർത്തകൾ ആളുകൾ ചർച്ച ചെയ്യണം, ഏതൊക്കെ വാർത്തകൾ ആൾക്കാർ ഷെയർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളോ മാധ്യമ സ്ഥാപനങ്ങളോ മാധ്യമ പ്രവർത്തകരോ ഒന്നുമല്ലാതെ ചില താല്പര്യക്കാർ ആയി മാറുമ്പോൾ സംഭവിക്കുന്നതാണ്. റോഹിംഗ്യയിൽ സംഭവിച്ചത് കാര്യം ചുരുക്കി പറയാൻ വേറൊന്നുമില്ല. അവിടെയും വിദ്വേഷം ഉണ്ടായിരുന്നു 2 വിഭാഗങ്ങൾ തമ്മിൽ. റോഹിംഗ്യകൾ വളരെ ക്രൂരന്മാരാണെന്നും ദുഷ്ടന്മാരാണെന്നും ഇവരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്ന ട്വീറ്റുകൾ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിനെ കുറിച്ചാണ് ആ സ്റ്റഡി ഉണ്ടായത്. പിന്നീട് ആംനസ്റ്റി ഇന്റർനാഷണൽ ഒക്കെ അത് എടുത്ത് പറയുകയും ചെയ്തു, ഫേസ്ബുക്ക് വേണ്ടത് ചെയ്തില്ല എന്ന്. അങ്ങനെ വിദ്വേഷം കലർന്ന പോസ്റ്റുകൾക്ക് റീച്ച് കൂടുതൽ കൊടുക്കുക, അത് കൂടുതൽ പേരിലേക്ക് പുഷ് ചെയ്യുക, അത് കൂടുതൽ സജഷനായിട്ട് വരിക. നമ്മൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അത് വരിക. ഇതാണ് മ്യാൻമറിൽ സംഭവിച്ചത്. ഏതാണ്ട് 4 ലക്ഷത്തോളം പേരാണ് മരിച്ചത്. ഓർക്കണം, ഒരു മില്യൺ 10 ലക്ഷത്തോളം പേർ പലായനം ചെയ്തു. പല രാജ്യങ്ങളിലായിട്ട് അവരും അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്, ദേശമില്ലാത്തവരായിട്ട്. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ യുവൽ നോവ ഹരാരി പറയുന്നത് അത് അൽഗോരിതമാണ് എന്നാണ്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്നു. ആ സമയത്തെല്ലാം ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളുടെ ഇതിലുള്ള റോൾ വളരെ പരിമിതമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത് ഉദ്ദേശിച്ചത്.
മാധ്യമങ്ങളുടെ വാർത്തകളുടെ ഉപഭോക്താക്കൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായി മാറുകയും നല്ല വാർത്തയ്ക്കും ശരിയായ വാർത്തയ്ക്കും വേണ്ടി അവർ ആവശ്യമുന്നയിക്കുകയും അത്തരം വാർത്തകളെ പ്രോത്സാഹിപ്പിക്കുകയും ക്രിയാത്മകമായ വിമർശനങ്ങൾ ശക്തമായി അതിശക്തമായി ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ഉദ്യമത്തിൽ, ഇതൊരു വലിയ ദൗത്യമാണ്, ഇത് രാജ്യാന്തരമായ തലങ്ങളുള്ള ഒരു ദൗത്യമാണ്, ഫേക്ക് ന്യൂസിനെതിരെയും ഹെയ്റ്റ് ക്യാമ്പയിൻസിനെതിരെയുള്ള ഒരു ദൗത്യമാണ്. അതിൽ നിങ്ങളുടേതായ റോള് ചെറുതാണെങ്കിലും വഹിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി ഇവിടെ വിളിച്ചതിന്, ഈ മനോഹരമായ നാട്ടിൽ മനോഹരമായ അന്തരീക്ഷത്തിൽ സംസാരിക്കാൻ അവസരം നൽകിയതിന് നന്ദി പറയുന്നു.